ഗൈസ്, എല്ലാവർക്കും നാസ്നിയ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിമാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രെയിമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആകാം. വീഡിയോ ഒക്കെ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കത്രിക, ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ്, പിന്നെ നമുക്ക് സ്കെച്ച് വേണം. അതെൻ്റെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഗൈസ്. നിങ്ങൾക്ക് കളർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചാൽ മതി. ബ്ലാക്ക് ആട്ടോ വേണ്ടത്, അല്ലെങ്കിൽ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട്ബുക്ക് എടുക്കണം എന്നില്ല, A4 ഷീറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 പേജോ 3 പേജോ തൊട്ട് എടുത്തിട്ട് നമുക്കതൊന്ന് നമ്മൾ പേപ്പർ സ്ട്രോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ പേപ്പർ സ്ട്രോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് ബുക്കിൻ്റെ പേജ് എടുത്തിട്ടാണ്. ഞാൻ ഫസ്റ്റ് പിൻട്രസ്റ്റിൽ ഈ സാധനം കണ്ടു. അപ്പോൾ ഇതിനെക്കാട്ടി ഈസി ആയിട്ടുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് കടൽ ക്ലൗഡിൻ്റെ വീഡിയോ ഒന്ന് നോക്കിയപ്പോഴാട്ടോ ഇങ്ങനൊരു സാധനം കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ 3 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തായാലും അതൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ചുരുട്ടി കൊടുത്ത് സെറ്റാക്കിയാൽ മതി കേട്ടോ ഗൈസ്. പേപ്പർ സ്ട്രോ ഉള്ളവർക്ക് അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് അതില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് പേപ്പർ സ്ട്രോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം മതിയിട്ടുണ്ട് ഉണ്ടാക്കാൻ. ഇത് ചുരുട്ടേണ്ട പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ സുഖമായി ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ കേസ് നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കാൻ കുറച്ച് ടാസ്ക് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇന്നലെ തന്നെ ഇരുന്നിട്ട് ഞാൻ 17 തൊട്ട് ഞാൻ റോൾ ചെയ്തെടുത്തു. ഇത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ റോൾ ചെയ്തെടുത്ത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതങ്ങോട്ട് എടുത്താൽ പോരെ. അതുകൊണ്ടാട്ടോ ഗൈസ്. നിങ്ങൾക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് അതൊന്നും അവൈലബിൾ അല്ല. എൻ്റെ പെയിൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അതെന്തായാലും ഒരു ഷോപ്പിങ്ങിന് പോകണം. അതുകൊണ്ട് ഞാൻ സ്കെച്ചൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മൂലയിൽ നിന്ന് അടുത്ത മൂലയ്ക്ക് ഒന്നങ്ങോട്ട് ചുരുട്ടിയിട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെൻസിൽ വെച്ചിട്ടുണ്ട്. പെൻസിൽ വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ പെൻസിൽ കിട്ടില്ലല്ലോ. നമ്മൾ വേറെ പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കൂടെ ഒന്നങ്ങോട്ട് കുത്തി കൊടുത്താൽ ഫ്രണ്ടിൽ കൂടെ വരട്ടെ ഗൈസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. കണ്ടോ, ഞാനത് ബാക്കിൽ കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിൽ കൂടെ വന്നു ഗൈസ്. കണ്ടോ, അപ്പോൾ 2 പെൻസിൽ നമുക്ക് കിട്ടും. അപ്പോൾ 2 പെൻസിൽ ആവശ്യമാണ് കേട്ടോ ഞാൻ ചുറ്റാൻ. എന്നിട്ട് അതിൻ്റെ തലപ്പത്തൊന്ന് നമ്മൾ പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമാണ് ഇത്. നമ്മൾ വിചാരിക്കും നല്ല സിമ്പിളാണെന്ന്, പക്ഷേ ചുരുട്ടി ഉണ്ടാക്കാൻ കുറച്ച് പണിപ്പെടും. എന്നാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അത്യാവശ്യത്തിന് സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് കൂടിയും ചെയ്യണേ. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഞാൻ റോൾ ചെയ്തു. പക്ഷെ 4 ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം നടുവായി മുറിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുക. ചെറിയ കാർഡ്ബോർഡ് മതി. നമുക്ക് വലുത് ഉണ്ടാക്കണമെങ്കിൽ എത്ര ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അതൊന്ന് മുറിച്ചിട്ട് നമുക്ക് കണ്ടോ, ഇതിൻ്റെ പകുതി മതി. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ അത് അഴിഞ്ഞു പോകും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് മിസ്റ്റേക്ക്, നിങ്ങളെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അത് അടുത്ത പേപ്പർ ചുരുട്ടുമ്പോഴാണ് മനസ്സിലായത് കുറച്ച് ടാസ്ക്കാണ്. ആദ്യമൊക്കെ സന്തോഷത്തോടെ ചെയ്തു, പിന്നെ ഭ്രാന്ത് പിടിക്കൂട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല രസമായി. അപ്പോൾ നമ്മൾ 4 ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക്, പക്ഷെ എൻ്റെ അടുത്ത് പെയിൻറ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് ആ കാർഡ്ബോർഡ് ഒന്ന് വേറൊരു വൈറ്റ് ഷീറ്റിലേക്ക് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ബ്ലാക്ക് സ്കെച്ചോ മാർക്കറോ CD മാർക്കറോ ജെൽ പെന്നോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് കളർ ചെയ്തെടുത്ത് നല്ല രസം ഉണ്ടാവട്ടെ ഗൈസ്. പെയിൻ്റ് അടിക്കലാണ് സിമ്പിളെങ്കിലും പെയിൻ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കഷ്ടപ്പെടാൻ വയ്യെങ്കിൽ നിങ്ങൾ കടയിൽ 2 രൂപ ഒക്കെ ഉണ്ടാവും ചിലടത്ത്. ഒരു A4 ഷീറ്റ് അല്ല കളർ പേപ്പർ വാങ്ങിച്ചാൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ കണ്ടോ ഞാൻ അപ്പോൾ അതാ ഈ തടിച്ച പോലത്തെ മാർക്കർ ഉണ്ടായില്ല എൻ്റെ നിപ്പ് ഇങ്ങനത്തെ പറയാമെന്ന് എനിക്കറിയില്ല. ആ മാർക്കർ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പണി പാളിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അത് വെച്ചാലും ഞാൻ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ പെന്നിൽ നിറം വരുന്നില്ല. ഞാൻ കുറേ അങ്ങോട്ട് കൊടുത്തു, നിറം വരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ വയ്ക്കോട്ടെ, കണ്ടോ നിറം വരുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ചവനെ പെട്ടോന്ന്. അപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കി, അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അമർത്തി അങ്ങോട്ട് കൊടുത്തപ്പം അങ്ങോട്ട് വരാൻ തുടങ്ങി. കണ്ടോ അമർത്തി അങ്ങോട്ട് കൊടുത്തതാട്ടോ, അതുകൊണ്ട് വന്നു. എന്നിട്ട് നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ മുകൾക്ക് ഒട്ടിച്ചു കൊടുക്കണം. സിമ്പിൾ. നമ്മളൊന്ന് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ നമ്മൾ പശ തേച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവും. ഞങ്ങളിങ്ങനെ പശ തേക്കില്ലേ, അപ്പോൾ അങ്ങനെ വര പോലെ ഇങ്ങനെ തേച്ച് കണ്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തോ. അല്ലെങ്കിൽ നമ്മൾ ആ തേച്ച പോലെ തന്നെ നമ്മുടെ പേപ്പറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ബബിൾസ് പോലെ. അതെനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഫിനിഷായി കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാക്കി കൊടുക്കാം. കൈമാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബ്രഷ് കൊണ്ടാക്കാത്ത ഗൈസ്. നമ്മളതാക്കിയതിന് ശേഷം കണ്ടോ ഒന്നും അതിൻ്റെ മേലൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാർഡ്ബോർഡ് വേണമെന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് വേറെ കാർഡ്ബോർഡൊന്നും ഇല്ല കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡ്ബോർഡ് എടുത്തത്. പിന്നെ അതിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഇല്ലേ, അതിങ്ങനെ നമ്മളിങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ മടക്കിയിട്ട് ആ പോർഷൻസിലും ആ മടക്കിയ ഭാഗത്ത് മാത്രം പശ തേച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. ബട്ടർഫ്ലൈ എനിക്ക് കുറച്ച് മടിയായത് കൊണ്ട് ഞാൻ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് സ്റ്റിക്കർ കയ്യിൽ അവൈലബിൾ അല്ലാച്ചിട്ട് നിങ്ങൾ ഒന്നിനും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ സ്റ്റിക്കർ ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്കി എഡ്ജസ് വന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ആ കോലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് പോരും കേട്ടോ, അങ്ങനെ ഇടർന്ന് പോരും ആ കോല്. അതൊരു പ്രശ്നമാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് 4 ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ പോർഷനും ഒരുപോലെ ആയിട്ട് 4 ഭാഗം ഒരുപോലെ തന്നെ ആയിട്ട് പിന്നെ 4 ഒരുപോലെ തന്നെ വേണം, അതും നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ശരിക്കും നമുക്ക് ഇതിനാവശ്യമുള്ളത് 6 സ്റ്റിക്കാണ്. 2 സ്റ്റിക്ക് വീതി ഉള്ള ഭാഗത്തും ഓരോന്ന് വെച്ചാൽ നീളമുള്ള ഭാഗത്തും വെച്ച് കൊടുക്കുക. അപ്പോഴാണ് ഈ സാധനം സെറ്റാവുക. പിന്നെ സ്റ്റിക്കറോ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞുതരാം പേപ്പർ കോപ്പി, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കറോ പെണ്ണിനൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ, നല്ല ക്യൂട്ടാവും. പിന്നെ നമ്മൾ തന്നെ വരച്ച് വെച്ചതാണെങ്കിലോ അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയല്ലേ. എനിക്കങ്ങനെ തോന്നാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇതാ നമ്മൾ ഈ സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാറ്റർക്കറ്റിൽ ഒട്ടിച്ച് കൊടുക്കണം. ഒന്ന് കയറിയിട്ടാണെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട്, ഒന്ന് ചേട്ടനാണെങ്കിൽ ഒന്ന് അങ്ങനെ നമ്മളത് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ വെപ്രാളത്തിലെ ഒട്ടിച്ചേക്കന്നെ അത് എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ട്വിസ്റ്റ് കാണാം. ട്വിസ്റ്റ് അത്ര വലിയ ട്വിസ്റ്റൊന്നുമല്ല, നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നിങ്ങളെന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ ഞാനിതിപ്പോൾ 2 സൈഡിലും
2 സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ ഗ്ലൂ ഒന്നും തേക്കണ്ട. നിങ്ങൾക്കിപ്പോൾ ആ ഗ്ലൂ ഗണ്ണാണെങ്കിൽ സുഖമായി ഒട്ടും, നമുക്ക് പോരൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞിരിക്കണു. ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തത്. എൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും ഗ്ലൂ ഗണ്ണൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ. വീഡിയോ ഒക്കെ ഇടയ്ക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ വേറെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ അതൊന്ന് പോന്നു. ഇതാണ് ഇപ്പോൾ ഉണ്ടായത്. അതൊന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം എന്ന്. അതെനിക്കൊരു തെറ്റ് പറ്റിയതാണ് കേട്ടോ. ഞാൻ ആ ഒട്ടിച്ച ഭാഗത്തിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് മുറിച്ചത്. ഇനി കുറച്ച് നീക്കിയിട്ട് മുറിക്കായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാനത്. എന്നിട്ട് നമ്മൾ മേലെ പോർഷനിൽ ഒട്ടിച്ചേക്കാൻ അങ്ങോട്ട് ഞാൻ പൊന്തിച്ച്. അതാണ് എനിക്ക് ഏറ്റവും വലിയ പൊട്ടത്തരം. അപ്പോൾ സ്റ്റിക്കൊക്കെ കൂടി താഴത്തേക്ക് വീണു. അതാണ് ഉണ്ടായത്. ഞാൻ വിചാരിച്ചതവിടെ ഒട്ടി കോലല്ലേ, പേപ്പറല്ലേ, ഒപ്പം എന്തോ ഒട്ടാപ്പോൾ പണിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തതാട്ടോ ഗൈസ്. അതെനിക്ക് നല്ലൊരു അബദ്ധമായി എന്നിപ്പോൾ തോന്നുന്നു. കണ്ടോ, 2 വീണു. പിന്നെ ഞാൻ വീണ്ടും ഒട്ടിച്ചിട്ട് വീഡിയോ ഓഫ് ആയിരുന്നു. കണ്ടപ്പോൾ പോകുന്നില്ലേ, വീഡിയോ ഓഫ് ആയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് പൊന്തിച്ച് നോക്കി. അപ്പോൾ വീണ്ടും ടപ്പേ പറഞ്ഞിട്ട് വീണു. അപ്പോൾ ഞാൻ നന്നായി ഈ സാധനമില്ലേ, നമ്മുടെ ഇതൊക്കെ ഇടണത് എന്താണ്, പെൻസിലും പെനൊക്കെ, അതൊക്കെ ഇടണ ബോക്സ് ഉണ്ടോ 2-3 കുത്ത് അങ്ങോട്ട് കൊടുത്ത്. അപ്പം അത് ഒട്ടി നിൽക്കുമല്ലോ, എങ്ങനെയുണ്ട് ബുദ്ധി. അപ്പം പിന്നെ നമുക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുക്കാട്ടെ ഗൈസ്. ഞാനൊരു പെണ്ണ് ഫുഡ് കഴിക്കണ പോലത്തെ ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചെടുത്തത്. അതിൽ നല്ല പിക്ചേഴ്സൊന്നുമില്ല കേട്ടോ ഗൈസ്, എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഞാൻ മീഷോന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ആവിയാൽ നമുക്ക് എന്തായാലും ഒരു ഗിവ് അവേ വേണം കേട്ടോ. അതിന് നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഗിവ് അവേ ഒക്കെ നടത്താട്ടെ ഗൈസ്. നമ്മളിതാ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടോ, ഞാൻ കുത്തിറിഞ്ഞില്ലേ, അതാണ് ഇപ്പം നടക്കുന്നത്, കുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കത് വാളിലും നമുക്കിങ്ങനെ ടാപ്പൊക്കെ വെച്ച് തൂക്കാം, അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.